ഡി സോൺ കലോത്സവത്തിനിടെ സംഘർഷം 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ കൊണ്ടുപോയ ആംബുലൻസിന് നേരെയും ആക്രമണം. മത്സരങ്ങൾ നിർത്തിവെച്ചു. കേരളവർമ്മ കോളേജിൽ KSUവിന്റെ കൊടിക്കാലിന് SFI തീയിട്ടു. വടക്കാഞ്ചേരി അകമല വനത്തിൽ നിന്ന് ചന്ദനമരങ്ങൾ മോഷണം പോയി. 5 ചന്ദനമരങ്ങളാണ് മുറിച്ചതായി കണ്ടെത്തിയത്. വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധം. മാസ്റ്റർ പ്ലാനിൽ അഴിമതിയും ഭൂമാഫിയകൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണെന്നും ആരോപിച്ച് കോൺഗ്രസ് BJP കൌൺസിലർമാർ മേയറെ ഉപരോധിച്ചു. ജില്ലയിൽ എലിപ്പനി മരണങ്ങൾ വർദ്ധിക്കുന്നു. എലിപ്പനി ബാധിച്ച് ഈ മാസം മരിച്ചത് 4 പേർ. ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. തൃശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും പോസ്റ്റർ. തൃശൂർ ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ തോൽവി സംബന്ധിച്ച് KPCC അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ. തൃശൂരിൽ ട്രെയിൻ യാത്രക്കാരനിൽ നിന്ന് പെയിന്റ് പാത്രത്തിൽ കടത്തിയ 20 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. മണത്തല ചന്ദനകുടം നേർച്ചയുടെ ഭാഗമായുള്ള താബൂത്ത് കാഴ്ചയ്ക്ക് ആയിരങ്ങളെത്തി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നാട്ടുകാഴ്ചകൾ ജാറമംഗണത്തിൽ എത്തിച്ചേർന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. മാള ഹോളി ഗ്രേസിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവം സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷത്തിൽ 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സംഘർഷത്തെ തുടർന്ന് ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന മത്സരങ്ങൾ മാറ്റിവെച്ചു. തിങ്കളാഴ്ച രാത്രി 12ഓടെയാണ് സംഘർഷമുണ്ടായത്. സ്കിറ്റ് മത്സരത്തിന്റെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഫലപ്രഖ്യാപനത്തെ ഒരു വിഭാഗം ചോദ്യം ചെയ്തത് തർക്കത്തിലേക്ക് നീങ്ങുകയായിരുന്നു. മത്സരം തുടങ്ങുന്നതും ഫലപ്രഖ്യാപനം വൈകുന്നതും സംബന്ധിച്ച് ആദ്യ ദിവസം മുതൽ തർക്കങ്ങളുണ്ടായിരുന്നു. ഫലപ്രഖ്യാപനം വൈകുന്നത് അട്ടിമറിയായിരുന്നുവെന്നാണ് SFIയുടെ ആരോപണം. SFI KSU പ്രവർത്തകർ തമ്മിൽ 1.5 മണിക്കൂറോളം ഏറ്റുമുട്ടി. കമ്പിവടി അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ തലയ്ക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഇരുവിഭാഗത്തിലുമുള്ള വിദ്യാർത്ഥികൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ SFI പ്രവർത്തകൻ അഗ്നിവേശിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസിനെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി ആക്രമിച്ചു. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കലോത്സവ വേദിയിൽ മത്സരാർത്ഥികൾക്കെതിരെ സംഘാടകരുടെ നേതൃത്വത്തിൽ ആക്രമണം നടത്തുകയായിരുന്നുവെന്നും KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലാണ് സംഘർഷമുണ്ടാക്കിയതെന്നും SFI ആരോപിച്ചു. കലോത്സവത്തിന്റെ തുടക്കം മുതൽ SFIയുടെ നേതൃത്വത്തിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും അതിന്റെ തുടർച്ചയായാണ് ആക്രമണമെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് തകർത്തുവെന്നും KSU ആരോപിച്ചു. ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. തർക്കം ഒരു സംഘർഷത്തിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഇരിഞ്ഞാലക്കുട DYSPയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു 10ഓളം വരുന്ന പ്രവർത്തകരെ മാള സ്റ്റേഷന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. അവിടുന്ന് ഈ ആംബുലൻസിൽ കയറ്റി ഞങ്ങളോട് ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കാണ് നമ്മുടെ ഇവിടെ കൊരട്ടി സ്റ്റേഷനടുത്തുള്ള നയാര പമ്പിൽ വെച്ചിട്ട് ഞങ്ങൾ പെട്രോൾ അടിച്ച് പുറത്തിറങ്ങുമ്പോൾ കാറ് കൊണ്ടുവന്ന് വട്ടം വെക്കുകയും അത് ഈ മാരകായുധങ്ങളായിട്ടുള്ള വടിവാളും ഇരുമ്പ് വടിയൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ വണ്ടി അടിച്ചു പൊളിക്കുകയും ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കലോത്സവത്തിന് സൗകര്യങ്ങൾ കുറഞ്ഞ കലാലയം തിരഞ്ഞെടുത്തത് നേരത്തെ തന്നെ വിവാദമായിരുന്നു. 80 ഇനങ്ങളിൽ മത്സരിക്കാനായി 2500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത കലോത്സവത്തിനായി 4 വേദികൾ മാത്രമാണ് ഒരുക്കിയത്. സംഘാടകർക്ക് മാത്രമല്ല ഹോളി ഗ്രേസ് അധികൃതർക്കും ഉണ്ടായ പരിചയക്കുറവ് തുടക്കം മുതൽ പ്രതിഫലിച്ചിരുന്നു. തർക്കങ്ങളും സംഘർഷാവസ്ഥയും പോലീസിന് തലവേദനയായി. ഓരോ തവണ സംഘർഷമുണ്ടാകുമ്പോഴും പോലീസ് ഇടപെട്ട് ചർച്ച നടത്തിയാണ് മത്സരങ്ങൾ തുടർന്നത്. കെട്ടിട സുരക്ഷയും അനുബന്ധ വിഷയങ്ങളും പരിഹരിക്കാത്തതിന് കലോത്സവം തുടങ്ങുന്നതിന് ഒരു ദിവസം മുൻപ് ഹോളി ഗ്രേസ് അധികൃതർക്ക് മാള പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നു. അഗ്നിരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാത്തത് സംബന്ധിച്ച് മാള അഗ്നിരക്ഷാ സ്റ്റേഷൻ ഓഫീസർ ഹോളി ഗ്രേസിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ 1.5 മാസം മുൻപ് നോട്ടീസ് നൽകിയിട്ടും നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ലെന്ന് അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ നന്ദ കൃഷ്ണദാസ് പറഞ്ഞു. TCV ന്യൂസ്, മാള. മാള ഹോളി ഗ്രേസിൽ നടന്ന ഡി സോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കേരളവർമ്മ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണയെ ആക്രമിച്ച സംഭവത്തിൽ 14 KSU പ്രവർത്തകർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. 1-ാം നമ്പർ വേദിയിലെ മത്സരം നടത്തിപ്പിലെ അപാകത ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചതെന്ന് പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു. സംഘാടക സമിതി അംഗങ്ങളായ ഗോകുൽ, അശ്വിൻ, ആദിത്യൻ, അക്ഷയ്, കണ്ടാലറിയാവുന്ന 10 പേർക്കുമെതിരെയാണ് കേസ്. അതേസമയം സംഘർഷത്തിൽ പരിക്കേറ്റവരുമായി പോയ ആംബുലൻസ് ആക്രമിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ കൊരട്ടി പോലീസ് കേസെടുത്തു. ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 4 SFI പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. തൃശൂർ കേരളവർമ്മ കോളേജിൽ KSUവിന്റെ കൊടിക്കാലുകൾ തകർത്ത് SFI തീയിട്ടു.
KSUവിന്റെ തോരണങ്ങളും കത്തിച്ചു. മാളയിൽ നടന്ന ഡി-സോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ കേരളവർമ്മ കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി ആശിഷിന് സാരമായി പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് SFI സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിനിടയിലാണ് KSUവിന്റെ കൊടികളും തോരണങ്ങളും കത്തിച്ചത്. വടക്കാഞ്ചേരി അകമല വനത്തിൽ ചന്ദനമരം മോഷണം പോയി. 5 ചന്ദനമരങ്ങളാണ് മുറിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. മരത്തിന്റെ കാതൽ മുറിച്ചു കൊണ്ടുപോകുകയും അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ച നിലയിലുമാണ്. പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. ഈ സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന കണ്ടംചിറ വനപ്രദേശത്ത് മുൻപും ചന്ദനമരം മോഷണം നടന്നിട്ടുണ്ട്. വനം വകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധം. മാസ്റ്റർ പ്ലാനിൽ അഴിമതിയും ഭൂമാഫിയകൾക്കു വേണ്ടി തയ്യാറാക്കിയതുമാണെന്നാരോപിച്ച് കോൺഗ്രസ് BJP കൌൺസിലർമാർ മേയറെ ഉപരോധിച്ചു. മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷ കൌൺസിലർ അനീസ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ ഭരണപക്ഷവും ബഹളം വച്ചതോടെ ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ പാട്ടുപാടിയും ബഹളം വച്ചും നേർക്കുനേർ നിന്ന് പരസ്പരം പോരടിച്ചത് കൌൺസിൽ ഹാളിനെ പ്രക്ഷുബ്ധമാക്കി. ഏറെ നേരം കഴിഞ്ഞ് BJP കൌൺസിലർമാർ മുദ്രാവാക്യം വിളികളോടെ ഇറങ്ങിപ്പോയെങ്കിലും കോൺഗ്രസ് കൌൺസിലർമാരുടെ ഉപരോധം തുടർന്നു. മാസ്റ്റർ പ്ലാനിൽ വൻ അഴിമതിയുണ്ടെന്നും കൌൺസിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി മാഫിയകൾക്കു വേണ്ടി 12ഓളം DTP സ്കീമുകൾ റദ്ദാക്കിയതായും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ യോഗത്തിൽ ആരോപിച്ചു. 55 കൌൺസിലർമാരിൽ 32 പേർ എതിർത്ത മാസ്റ്റർ പ്ലാനാണ് കൌൺസിലിൽ പാസാക്കിയതെന്ന് പറഞ്ഞ് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് അനുമതി നേടിയെടുത്തു. തൃശൂർ നഗരത്തിലെ പൈതൃക മേഖല ഇല്ലാതാക്കാൻ മേയറും കൂട്ടരും ശ്രമിക്കുകയാണെന്നും കഴിഞ്ഞ 5 വർഷമായി ഒരു ജംഗ്ഷൻ വികസനം പോലും നടപ്പാക്കാൻ LDF-നായിട്ടില്ലെന്നും പല്ലൻ ആരോപിച്ചു. മാസ്റ്റർ പ്ലാൻ വേണമെന്നും പക്ഷേ അത് ജനങ്ങളുടെ വികസനത്തിനു വേണ്ടിയാകണമെന്നും BJP പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. പ്ലക്കാർഡുകൾ പിടിച്ചും പാടങ്ങൾ നികത്തി ജനങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുമെന്നും ആരോപിച്ച് പ്രതീകാത്മകമായി സ്കൂബ ഡ്രസ് ധരിച്ചും നടുത്തളത്തിൽ കുത്തിയിരുന്നും മേയറെ ഉപരോധിച്ചുമായിരുന്നു BJPയുടെ പ്രതിഷേധം. ഇതിനിടയിൽ കോൺഗ്രസ് നാടകം കളിക്കുകയാണെന്നാരോപിച്ച് കോൺഗ്രസ് കൌൺസിലറായ സനോജ് കെ പോൾ ഉപരോധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത് കോൺഗ്രസ് പാളയത്തിൽ ആശങ്കയ്ക്കിടയാക്കിയെങ്കിലും പിന്നീട് അദ്ദേഹവും ഉപരോധത്തിൽ പങ്കെടുത്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. 1 മണിക്കൂറോളം പ്രതിപക്ഷ കൌൺസിലർമാർ മേയറെ ഉപരോധിച്ചു. മേയർ കൌൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെയാണ് ഉപരോധ സമരം അവസാനിച്ചത്. ജോൺ ഡാനിയേൽ, സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. മാസ്റ്റർ പ്ലാൻ ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷ നേതാവും സംഘവും ഒളിച്ചോടിയെന്ന് മേയർ MK വർഗീസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മാസ്റ്റർ പ്ലാൻ വായിച്ചുപോലും നോക്കാതെ അഴിമതിയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസനമാണ് ലക്ഷ്യമിടുന്നത്. ഇത് പൊതുജനങ്ങളുടെ ആവശ്യമാണ്. 10 പ്രാവശ്യമെങ്കിലും ചർച്ച ചെയ്ത വിഷയമാണിത്. ഇവരൊന്നും മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് പോലും പഠിച്ചിട്ടില്ല. 2012 മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചിരുന്നുവെങ്കിൽ തൃശൂരിന്റെ സ്ഥിതി എന്താകുമായിരുന്നുവെന്നും മേയർ ചോദിച്ചു. അപ്പൊ നമ്മളിത് വന്നതിന് ശേഷം നമുക്കറിയാം DTP പ്ലാൻ 1974 മുതൽ നിലനിന്നിരുന്നതാ. നമുക്ക് മനസ്സിലാക്കണം, മറ്റൊരു പ്ലാൻ വരുമ്പോഴാണ് DTP പ്ലാൻ പോകുന്നത്. മറ്റൊരു പ്ലാൻ ഇപ്പോൾ വന്നു. അമൃത് പദ്ധതി പ്രകാരം ഇപ്പോൾ ഒരു പ്ലാൻ പുതിയത് വന്നു. 500 കോടി രൂപയാണ് ഇവിടെ 6 കോർപ്പറേഷനും 2 മുനിസിപ്പാലിറ്റികൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ആദ്യം കൊടുക്കുന്നത്. അതിന് 500 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ DTP പ്ലാൻ സ്വമേധയ ഇതുപോലെ ഒരു മാസ്റ്റർ പ്ലാൻ പുതിയത് വന്നാൽ പോവും. അതിനെ ഇവർ എന്താ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. ജംഗ്ഷൻ ഞങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി. എന്ത് ജംഗ്ഷൻ ഇല്ലാതാക്കി? ഇതൊന്നും യാതൊരു തരത്തിലും ഗൗരവത്തിലെടുക്കാതെ എന്തെങ്കിലും പുലമ്പി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. ഈ മാസ്റ്റർ പ്ലാൻ എല്ലാവരും അംഗീകരിച്ചതും ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതുമാണ്. 2022 കൌൺസിൽ കരട് മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു. 23 കരട് മാസ്റ്റർ പ്ലാൻ ഗവൺമെന്റ് വിജ്ഞാപനം ചെയ്തു. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും കേട്ടതിനുശേഷം എല്ലാ നിയമ നടപടിയും പൂർത്തീകരിച്ച് 2023 ഒക്ടോബറിൽ കൌൺസിൽ ഫൈനൽ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടികൾ പൂർത്തീകരിച്ച് 2024 ജൂണിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അത് ചർച്ച ചെയ്യാനാണ് കൌൺസിൽ വിളിച്ചു ചേർത്തത്.
മാസ്റ്റർ പ്ലാനിനു വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ തന്റെ കൈ വരെ ഒടിച്ചവരാണ് ഇവരെന്നും മേയർ പറഞ്ഞു. അതേസമയം ഗവൺമെന്റ് അംഗീകരിച്ചുവെന്ന് പറയുന്ന മാസ്റ്റർ പ്ലാൻ 8 മാസങ്ങൾക്കു ശേഷം എന്തിനു വേണ്ടിയാണ് കൌൺസിൽ ചർച്ചയ്ക്ക് വെച്ചതെന്ന ചോദ്യത്തിന് മേയർ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തന്ത്രമാണിതെന്നും പല്ലൻ പറഞ്ഞു. ഈ മാസ്റ്റർ പ്ലാനുമായി മുന്നോട്ടുപോയാൽ നിയമപരമായി നേരിടുമെന്നും ഈ വിഷയത്തിൽ കോൺഗ്രസും BJPയും ഓംബുഡ്സ്മാന് കൊടുത്ത കേസ് നിലനിൽക്കുന്നുണ്ടെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് മാസ്റ്റർ പ്ലാൻ വീണ്ടും കൗൺസിൽ വെച്ചത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് ഭരണ നേതൃത്വത്തിന് ഉത്തരവില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള തന്ത്രമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. അതിന് കൗൺസിലർമാരെയും മാധ്യമപ്രവർത്തകരെയും ജനങ്ങളെയും പറ്റിക്കേണ്ടതില്ല. TCV ന്യൂസ്, തൃശൂർ. ഗാർബേജ് ഫ്രീ സിറ്റി 5 സ്റ്റാർ പദ്ധതിക്കായി തിരക്കിട്ട പ്രവർത്തികൾ നടത്തി തൃശൂർ കോർപ്പറേഷൻ. ഇല്ലാത്ത കണക്ക് കാട്ടി സൂത്രത്തിൽ പദവി നേടാനുള്ള ശ്രമമാണ് ഭരണസമിതി നടത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വിവിധ അജണ്ടകളുമായി ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലാണ് ഗാർബേജ് ഫ്രീ സിറ്റി 5 സ്റ്റാർ പദവി സംബന്ധിച്ച ചർച്ച നടന്നത്. സീറോ വേസ്റ്റ് കോർപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി പൊതു ഇടങ്ങളിൽ ഗാർഡനിംഗ്, ചുമർ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള നഗര സൗന്ദര്യവൽക്കരണം, പൊതു ശൗചാലയം, കാനശുചീകരണം, മാലിന്യ സംസ്കരണം അടക്കമുള്ള വിവിധ പ്രവൃത്തികളാണ് കോർപ്പറേഷൻ ഡിവിഷനുകൾ തോറും നടത്തിവരുന്നത്. കേന്ദ്ര സംഘം നടത്തുന്ന പരിശോധനയ്ക്ക് മുൻപായി ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ശ്രമം. ഇക്കാര്യങ്ങൾ വിലയിരുത്തിയാണ് ഗാർബേജ് ഫ്രീ സിറ്റി 5 സ്റ്റാർ പദവി നിശ്ചയിക്കുക. നിലവിൽ 5 സ്റ്റാർ പദവിക്കായി കേരളത്തിൽ നിന്ന് പരിഗണനയിലുള്ള ഏക കോർപ്പറേഷനാണ് തൃശൂർ. അതേസമയം ഇല്ലാത്ത കണക്ക് പെരുപ്പിച്ച് കാണിച്ച് തിടുക്കത്തിൽ 5 സ്റ്റാർ പദവിയിലേക്ക് കുറുക്ക് വഴിയിൽ പോകുകയാണ് ഭരണസമിതിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മാലിന്യശേഖരണമടക്കം കൃത്യമായി നടത്തിയിട്ടില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് നിലനിൽക്കെയാണ് ഈ സൂത്രപ്പണിയും തെറ്റിദ്ധരിപ്പിക്കലും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരാജയമാണെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കുറ്റപ്പെടുത്തി. ഏറെ അഭിമാനകരമായി യാഥാർത്ഥ്യമാക്കിയ ആകാശപാതയുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടെന്നും ജനങ്ങളെ ഇത് ഉപയോഗിപ്പിക്കാൻ ബോധവൽക്കരണ പരിപാടികൾ വേണമെന്നും പ്രതിപക്ഷാംഗം ജോൺ ഡാനിയൽ പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഭരണസമിതി വീഴ്ച കാട്ടുകയാണെന്നും ജോൺ ഡാനിയൽ കൂട്ടിച്ചേർത്തു. കൂർക്കഞ്ചേരി പൂയത്തിന് മുന്നോടിയായി പ്രദേശത്തെ റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തികൾ അടിയന്തരമായി നടത്തണമെന്ന് പ്രതിപക്ഷാംഗങ്ങളായ ജയപ്രകാശ് പൂവത്തിങ്കിലും ബിനേഷ് തയ്യിലും ആവശ്യപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം നടന്ന കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പലരും എത്താതിരുന്നതിനാൽ ഒഴിഞ്ഞ ഇരിപ്പിടങ്ങളുടെ എണ്ണവും കുറവല്ലായിരുന്നു. TCV, തൃശൂർ. ജില്ലയിൽ എലിപ്പനി മരണങ്ങൾ വർദ്ധിക്കുന്നു. എലിപ്പനിക്കെതിരെ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി അറിയിച്ചു. ഈ വർഷം 18 പേർക്ക് എലിപ്പനി ബാധിക്കുകയും 4 പേർ മരിച്ചതിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം ജില്ലയിൽ 412 പേർക്കാണ് എലിപ്പനി ബാധിച്ചത്. ഇതിൽ 40 പേർ മരിക്കുകയും ചെയ്തിരുന്നു. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രവും വിസർജ്യങ്ങളും വഴി പകരുന്ന രോഗമാണ് എലിപ്പനി. ഇവയുടെ മൂത്രവും വിസർജ്യവും വഴി മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാവുന്നത്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് പ്രധാന ലക്ഷണങ്ങൾ. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ എലിപ്പനിക്കെതിരെയുള്ള രോഗപ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളികകൾ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കഴിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. തൃശൂരിൽ ഒരിടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും പോസ്റ്റർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തോൽവി സംബന്ധിച്ച് KPCC അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. കോൺഗ്രസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിന് പിന്നാലെ കോൺഗ്രസ് A ഗ്രൂപ്പ് യോഗം ചേർന്ന് DCC പ്രസിഡന്റിനെ നിയമിക്കാത്തതിൽ അമർഷം രേഖപ്പെടുത്തിയിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരനിൽ നിന്ന് 20 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. വെസ്റ്റ് ബംഗാൾ സ്വദേശി കമൽകുമാർ മണ്ഡലിനെ അറസ്റ്റ് ചെയ്തു. 20 ലിറ്ററിന്റെ 2 പെയിന്റ് ഡബ്ബകളിലായാണ് 10 കിലോ വീതം കഞ്ചാവ് പ്രതി കടത്തിക്കൊണ്ടുവന്നത്. പെയിന്റ് ബക്കറ്റിനുള്ളിൽ കഞ്ചാവ് പാക്ക് ചെയ്ത് ഉറപ്പിച്ച ശേഷം അതിനു മുകളിൽ പെയിന്റ് നിറച്ചാണ് പ്രതി തിരുവനന്തപുരം ഷാലിമാർ ട്രെയിനിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. 1.25 കിലോയോളം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശി റായ്ബുൾ ഇസ്ലാമാണ് അറസ്റ്റിലായത്. KSRTC സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്.
മണത്തല ചന്ദനകുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്ക് ആയിരങ്ങളെത്തി. ചാവക്കാട് തെക്കഞ്ചേരിയിൽ നിന്നുള്ള താബൂത്ത് കാഴ്ച വാദ്യമേളങ്ങളോടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ നഗരം ചുറ്റി ജാറമംഗണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് പുത്തൻ കടപ്പുറം, ബ്ലാങ്ങാട്, ചാവക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള കൊടിയേറ്റ കാഴ്ച ജാറമംഗണത്തിലെത്തി കൊടിയേറ്റി. വൈകിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാട്ടുകാഴ്ചകൾ ജാറമംഗണത്തിൽ എത്തിച്ചേർന്നു. ചാവക്കാട് വിശ്വാസ തീക്ഷ്ണതയിലെത്തിയ ഹൈന്ദവ സഹോദരങ്ങൾ മണത്തല പള്ളിക്ക് മുന്നിലെ താണിമരപ്പൊത്തിൽ മുട്ടയും പാലും സമർപ്പിച്ചു. പാരമ്പര്യ അവകാശികളായ ഹൈന്ദവ കുടുംബം വിശ്വാസ തീക്ഷ്ണതയിൽ നടത്തുന്ന ചടങ്ങ് മതസാഹോദര്യത്തിന്റെ സ്നേഹപ്രകടനം കൂടിയാണ്. ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ആശ്രിതനായിരുന്ന കറുത്തകോപ്പൻ അപ്പുവിന്റെ തലമുറയിൽപ്പെട്ട കോപ്പനപ്പുട്ടിയുടെ മക്കളും കുഞ്ഞുവേലായുടെ പേരക്കുട്ടികളുമാണ് ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. ഭക്തിയോടെയും വ്രതശുദ്ധിയോടെയുമാണ് ഹൈന്ദവ സഹോദരങ്ങൾ ചടങ്ങ് നടത്തിയത്. കറുത്തകോപ്പൻ അപ്പുവിന്റെ പേരക്കുട്ടികളായ രതീശൻ, സതീശൻ, രമേശൻ, ഉണ്ണികൃഷ്ണൻ, സരോജ്, പ്യാരിലാൽ, ശരത്, ചക്കാണ്ടൻ ഭാസ്കരൻ, അറുമുഖൻ, മനോജ്, ഷിനോജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറിന്റെ അധ്യക്ഷതയിൽ തൃശൂർ രാമനിലയം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ജില്ലാതല അദാലത്ത് നടത്തി. 34 പരാതികൾ പരിഗണിച്ചു. 18 പരാതികൾ തീർപ്പാക്കി. 16 പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. പുതിയതായി 5 പരാതികൾ സ്വീകരിച്ചു. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ, PSC റാങ്ക് ഹോൾഡർമാരുടെ പരാതികൾ, നിയമനം സംബന്ധിച്ച പരാതികൾ, പോലീസുമായി ബന്ധപ്പെട്ട പരാതികളും യുവജന കമ്മീഷൻ ജില്ലാതല അദാലത്തിൽ പരിഗണിച്ചു. തൊഴിൽ മേഖലയിൽ, പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ നിരവധിയായ തൊഴിൽ ചൂഷണങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പറഞ്ഞു. സംസ്ഥാനത്ത് വലിയ തോതിൽ ജോലി തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു. കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഗ്രീഷ്മ അജയ് ഘോഷ്, PC വിജിത, PP രൺദീപ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സ്കറിയ, സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് M രൺദീഷ്, അസിസ്റ്റന്റ് P അഭിഷേക് തുടങ്ങിയവർ പങ്കെടുത്തു. ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിൻ്റെ കേസുകളുണ്ട്. ഡോക്ടർ മോശമായി പെരുമാറിയതിനെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർ നൽകിയ പരാതിയുണ്ട്. റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചില റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ പരാതികളുണ്ട്. കായിക രംഗത്ത് മികവ് തെളിയിച്ച അവർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ PSCയുമായി ബന്ധപ്പെട്ട അധിക മാർക്കുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്. DTPC സെക്രട്ടറിയെ സംബന്ധിച്ചൊരു പരാതി ഉണ്ടായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും വിവാഹത്തിന് മുൻകൈയെടുത്ത് മകൾ. 1/4 നൂറ്റാണ്ടിന് ശേഷം മാതാപിതാക്കളുടെ താലിക്കെട്ട് ഗുരുവായൂർ നടയിൽ നടന്നപ്പോൾ മനം നിറഞ്ഞ് മകൾ. മണലൂർ സ്വദേശികളായ ഷൈനൻ ലജിന ദമ്പതികളുടെ വിവാഹമാണ് മകളുടെ ആഗ്രഹപ്രകാരം 25 വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും നടത്തിയത്. 24-കാരിയായ മകൾ അയോമിയാണ് വിവാഹത്തിന് മുൻകൈയെടുത്തത്. മണ്ഡപത്തിൽ വെച്ച് താലികെട്ടും മാലയിടലും സിന്ദൂരം ചാർത്തലും നടന്നു. ക്ഷേത്രനടയിലെ ചടങ്ങിന് ശേഷം വീട്ടിലെത്തിയ ദമ്പതികളെ നിലവിളക്ക് നൽകി സ്വീകരിച്ചു. വർഷങ്ങളായുള്ള മകളുടെ ആഗ്രഹമായിരുന്നു മാതാപിതാക്കൾ സഫലമാക്കിയത്. ഷൈനൻ കരാട്ടെ, ജൂഡോ അധ്യാപകനാണ്. 25 വർഷം മുൻപാണ് നാട്ടുകാരിയായ ലജിനയെ 13 വർഷത്തെ പ്രണയത്തിനൊടുവിൽ സ്വന്തമാക്കുന്നത്. തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ വെച്ച് 2000 ജനുവരി 28-നായിരുന്നു വിവാഹം. മകളുണ്ടായതിനു ശേഷം മകള് വളരെ ചെറുപ്പത്തിൽ തന്നെ പറയും, അച്ഛൻ്റെ അമ്മയുടെയും വിവാഹത്തിന് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളൊരു 10-15 വർഷം കഴിഞ്ഞിട്ട് ഒരു വിവാഹം കഴിക്കണം എന്ന് അവളുടെ ഒരു താല്പര്യപ്രകാരമാണ്. അത് വളരെ നാളുകളായിട്ട് ചെയ്തു. അങ്ങനെ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ഗുരുവായൂർ വെച്ചിട്ട് തന്നെ അന്ന് ഉണ്ടാകുന്ന കോസ്റ്റ്യൂം, അതായത് അന്നത്തെ ഡ്രസ്സുകൾ തന്നെയാണ് ഇപ്പോൾ ഈ 25ാമത്തെ ഇത് പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച കോസ്റ്റ്യൂം. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള 25 കൊല്ലം കഴിഞ്ഞിട്ടും അത് അങ്ങനെ തന്നെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ മകൾ അയോമിക്ക് ചെറുപ്രായത്തിൽ വിവാഹ ഫോട്ടോ ആൽബം കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ മാത്രം കാണാനില്ല എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. അടുത്ത കല്യാണത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു പതിവ്. ഇപ്പൊ കുട്ടികളൊക്കെ ചെറുതിലെ നമ്മളെ അമ്മയുടെ അച്ഛൻ്റെയും വെഡിങ് ആൽബം എടുത്ത് നോക്കുമ്പോൾ നമ്മളെ കാണാണ്ടാവില്ല. അപ്പോൾ എനിക്കും അതേപോലെ തന്നെ എന്നെ കാണാനില്ലല്ലോ, ആ ഫോട്ടോയിൽ എന്നെ കാണാനില്ല. ചെറുതിലാണ്, അപ്പൊ എന്നെ കാണാനില്ല. അപ്പൊ ഞാൻ എവിടെയെന്ന് വെച്ചാൽ ഞാൻ കുറെ കരഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ കരയുമ്പോൾ അമ്മയും അച്ഛനും പറയും ഇനി ഒരു കല്യാണം ഉണ്ടാവും, കുറച്ചും കൂടി കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15ാമത്തെ അല്ലെങ്കിൽ 10ാമത്തെ കൊല്ലമൊക്കെ ഇനി ഒരു കല്യാണം ഉണ്ടാവും, അപ്പൊ കാണാലോ. വെറുതിലോട്ട് ഇങ്ങനെ പറഞ്ഞേക്കണല്ലോ. അപ്പൊ പതുക്കെ ഇപ്പൊ ഞാൻ വലുതായപ്പോ ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം മുന്നോട്ട് വെച്ചപ്പോ കുറെ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് രണ്ടുപേരും ഓക്കെ പറഞ്ഞു. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന അയോമി മാതാപിതാക്കളെ അറിയിക്കാതെയാണ് വിവാഹത്തിനായി ബുക്കിംഗ് നടത്തിയത്. അമ്മയുടെ ഭാഗത്തു നിന്ന് ആദ്യം എതിർപ്പുണ്ടായെങ്കിലും മകളെ ആഗ്രഹിപ്പിച്ചതല്ലേ, വഴങ്ങുക തന്നെയെന്ന് പിതാവ് നിലപാടെടുത്തു. ബന്ധുവായ സുധർമ്മൻ ചിരുകണ്ടത്ത്, മകളുടെ സുഹൃത്തുക്കളായ അപർണ, ലക്ഷ്മി എന്നിവരും വിവാഹ ചടങ്ങിൽ ഭാഗഭാക്കായി. TCV ന്യൂസ്, തൃശൂർ. വടക്കാഞ്ചേരിയിൽ സ്ലാബ് തകർന്ന് കാനയിൽ വീണ് യുവതിക്ക് പരിക്കേറ്റു. ഡോക്ടറെ കണ്ട് മടങ്ങുകയായിരുന്ന പൈങ്കുളം സ്വദേശിയായ ആര്യയാണ് റോഡരികിലെ സ്ലാബ് തകർന്ന് കാനയിൽ വീണത്. പരിക്കേറ്റ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പൊതുമരാമത്തിന്റെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷിയും പൊതുപ്രവർത്തകനുമായ ജയൻ മംഗലം പറഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ നായർ, P ജയചന്ദ്രൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കേരളവർമ്മ കോളേജിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. KV അബ്ദുൽ ഖാദർ, സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, ബിജിബാൽ, അശോകൻ ചരുവിൽ, പ്രിയനന്ദനൻ, ഡോക്ടർ N നൌഫൽ, ദീപ നിശാന്ത്, ഗ്രീഷ്മ ജയഘോഷ്, KS സെന്തിൽകുമാർ, ശരത്ലാൽ തുടങ്ങിയവർ അനുസ്മരിച്ചു. തുടർന്ന് ഗാനസന്ധ്യയും അരങ്ങേറി. സുരബിലയാമങ്ങൾ ശ്രുതി വീട്ടി ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ. കാപ്പ നിയമം ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച പ്രതിയെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂർ നമ്പ്യാറോഡ് സ്വദേശി കുഴിക്കാട്ടിൽ ഫെബിനെയാണ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റം കടവല്ലൂരിൽ കണ്ടക്ടറുടെ ദേഹത്തുകൂടി ബസ് കയറിയിറങ്ങി. മറ്റം തൃശൂർ റൂട്ടിലോടുന്ന ജഗന്നാഥം ബസ്സിലെ കണ്ടക്ടർ നമ്പഴിക്കാട് സ്വദേശി പറക്കാട് പറങ്ങനാട്ട് കണ്ണൻ എന്ന് വിളിക്കുന്ന ധനേഷാണ് അപകടത്തിൽപ്പെട്ടത്. ഇയാളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടവല്ലൂർ കപ്പേളയ്ക്ക് മുന്നിൽ രാവിലെയായിരുന്നു സംഭവം. മേനോൻപടി സ്റ്റോപ്പിൽ ബസ് നിർത്തിയ ശേഷം പുറകു വാതിലിലൂടെ ഇറങ്ങി മുൻവാതിലിലൂടെ കയറാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്ന ഫെഡറലിസം എന്ന വിഷയത്തിൽ അയ്യന്തോൾ കോസ്റ്റ്ഫോർഡ് ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്വാഭാവികമായി ഇല്ലാത്ത രീതിയിൽ രാജ്യത്തെ ഏകകക്ഷി ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആസൂത്രിതമായി നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയമെന്ന് സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് K ഗോപാലകൃഷ്ണക്കുറുപ്പ് പറഞ്ഞു. ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായി അതിന്റെ സ്ഥാപനങ്ങളെയെല്ലാം നോക്കുകുത്തിയാക്കി തങ്ങളുടെ ഗൂഢലക്ഷ്യങ്ങൾ നിറവേറ്റുകയാണ് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി. രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ കാത്തുസൂക്ഷിക്കുവാൻ യോജിക്കുന്ന മുഴുവൻ ആളുകളെയും അണിനിരത്തേണ്ടതുണ്ടെന്നും അഡ്വക്കേറ്റ് K ഗോപാലകൃഷ്ണക്കുറുപ്പ് പറഞ്ഞു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CJ വിമൽ അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K അനിൽകുമാർ വിഷയാവതരണം നടത്തി. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, CITU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് UP ജോസഫ്, അഭിഭാഷകരായ KP അജയ്കുമാർ, അഷ്റഫ് സാബാൻ, VM ബിനോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി മരുതയൂരിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തി. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. മരുതയൂർ ആസാദ് റോഡിൽ പഴക്കാട്ടിൽ അഷ്റഫിന്റെ ബൈക്ക് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ്. മത്സ്യവിൽപ്പനക്കാരനായ അഷ്റഫ് റോഡിൽ കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ബൈക്ക് വീട്ടിൽ വയ്ക്കാതെ റോഡരികിലാണ് പാർക്ക് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് അഷ്റഫ് പാവറട്ടി പോലീസിൽ പരാതി നൽകി. ദേശീയ ദുരന്ത പ്രതികരണ സേന NDRFന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്കായി ദുരന്ത നിവാരണ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കളക്ട്രേറ്റ് അനക്സ് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാലയിൽ ദുരന്തവേളകളിലെ പ്രതികരണം, കയർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള
ജീവൻ രക്ഷാ മാർഗങ്ങൾ, CPR തുടങ്ങിയ പ്രഥമ ശുശ്രൂഷ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് പരിശീലനം നൽകി. NDRFന്റെ 4ാം ബറ്റാലിയൻ ആർക്കോണം ബ്രാഞ്ച് ടീം കമാൻഡർ സന്ദീപ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. NDRF സേനാംഗം TS മുരളീകൃഷ്ണൻ ക്ലാസ്സെടുത്തു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, NDRF സേനാംഗങ്ങളായ T സനൂജ്, PT പ്രവീത്, സൂരജ് റാത്തോർ, ശ്രീകാന്ത് റെഡ്ഡി തുടങ്ങിയവർ പങ്കെടുത്തു. പേരിനൊപ്പം നാടിനെ ചേർത്തുവെച്ച മാള അരവിന്ദന്റെ വിയോഗത്തിന് 10 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. മാള പഞ്ചായത്ത് സ്ഥലം ലഭ്യമാക്കിയാൽ മാള അരവിന്ദന്റെ സ്മാരകം നിർമ്മിക്കുമെന്ന് വർഷങ്ങളായി സർക്കാർ ആവർത്തിക്കുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാള അരവിന്ദന്റെ പേരിൽ ഒരു വർഷം മാള പഞ്ചായത്ത് നാടകോത്സവം നടത്തിയതാണ് ആദ്യത്തെയും അവസാനത്തെയും സ്മാരക പരിപാടി. മാള പഞ്ചായത്തിൽ യാതൊരു പേരും നൽകാത്ത ഏതെങ്കിലും സ്ഥാപനത്തിന് മാള അരവിന്ദന്റെ പേര് നൽകണമെന്ന മാള അരവിന്ദൻ ഫൗണ്ടേഷന്റെ നിവേദനം ചർച്ച ചെയ്യാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്ന് ആക്ഷേപമുണ്ട്. അവസാനം മാളാക്കുളത്തിന് ചുറ്റുമുള്ള രാജീവ് ഗാന്ധി സ്ക്വയറിന്റെ ഒരു ഭാഗത്തിന് മാള അരവിന്ദൻ സ്മാരക വിശ്രമ സ്ഥലം എന്ന പേര് നൽകാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം വിവാദമായിരുന്നു. അറിയപ്പെടുന്ന കലാകാരനായിരുന്ന മാള അരവിന്ദന്റെ സ്മാരകം പേരിലൊതുക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു. മാള ബസ് സ്റ്റാൻഡ്, അരവിന്ദന്റെ വീട്ടിലേക്കുള്ള വടമ റോഡ്, മാളക്കടവ് എന്നിങ്ങനെ പേര് നൽകാത്ത ഏതെങ്കിലും ഒന്നിന് മാള അരവിന്ദൻ സ്മാരകമെന്ന പേരിലാക്കണമെന്ന് ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടിരുന്നു. മാള അരവിന്ദന് ഉചിതമായ സ്മാരകം ഒരുക്കുമെന്ന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും സർക്കാരും നൽകിയ ഉറപ്പ് 10 വർഷം പിന്നിട്ടിട്ടും നടപ്പാക്കിയില്ല. സ്മാരകം ഒരുക്കുന്നതിന് അഷ്ടമിച്ചിറയിൽ ഉരുണ്ടോളി മൈതാനത്ത് പൊതുമരാമത്ത് വക 5.5 സെന്റ് സ്ഥലമുണ്ടെന്ന് കാണിച്ച് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് മാള പഞ്ചായത്തിനും MLAയ്ക്കും കത്ത് നൽകിയിട്ടുണ്ട്. വിവാദങ്ങളിലൂടെ മാള അരവിന്ദന് സ്മാരകം ഒരുക്കരുതെന്നും ഉരുണ്ടോളിയിലെ സ്ഥലം അനുയോജ്യമാണെന്നും കത്തിൽ പറയുന്നു. 600-ൽ പരം സിനിമകളിൽ അഭിനയിക്കുകയും സംസ്ഥാന അവാർഡുകൾ സഹിതം നേടിയ ഇദ്ദേഹത്തിന് ഇതുവരെ മാളയിൽ അനുയോജ്യമായ ഒരു സ്മാരകം നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനവും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ സംസ്ഥാന തലത്തിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാളക്കാർക്ക് വലിയ പ്രതിഷേധത്തിന് ഇടയായിട്ടുണ്ട്. മാളയ്ക്കടുത്ത് അഷ്ടമിച്ചിറയിൽ ഉരുണ്ടോളി റോഡ് സൈഡിനോട് ചേർന്ന് തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശം നിൽക്കുന്ന മറ്റു നിർമ്മാണ പ്രവർത്തനം ഒന്നും തന്നെ ഇല്ലാത്ത ഈ സ്ഥലത്ത് മാള അരവിന്ദന്റെ സ്മാരകം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാറിനും മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും ഭരണസമിതിക്കുമെല്ലാം മാള അരവിന്ദൻ ഫൗണ്ടേഷൻ കത്ത് നൽകിയിട്ടുണ്ട്. TC വിനോസ്, മാള. തൃശൂർ കോർപ്പറേഷൻ കർമ്മ പദ്ധതിയായ പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ വിതരണ ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ചെമ്പുക്കാവ് ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, എബി വർഗീസ്, രാജൻ ജെ പല്ലൻ, AR രാഹുൽനാഥ്, നിമ്മി റപ്പായ്, വി പ്രഭിത തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ജ്ഞാനവ്യവസ്ഥയുടെ ഭാഗമായി കുട്ടനെല്ലൂർ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ കഥക് നൃത്ത പരിപാടി സംഘടിപ്പിച്ചു. കോളേജിലെ ചരിത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ മഹാഭാരത ഇൻ രഥം എന്ന വിഷയത്തിൽ മുംബൈ കലാവർണ ട്രൂപ്പിലെ അനഘ ഹരിദാസ്, അനന്യ ഗൌർ, സ്വരാലി ദേശ്പാണ്ഡെ എന്നിവർ നൃത്തം അവതരിപ്പിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പാൾ PK വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ D ശ്രീപാർവതി അധ്യക്ഷത വഹിച്ചു. IQAC കോർഡിനേറ്റർ ഡോക്ടർ PC ഷീജ, പ്രോഗ്രാം കോർഡിനേറ്റർ അനിമോൾ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സമീപം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി സേവാഭാരതി നിർമ്മിക്കുന്ന അമൃത സ്പർശം ആശ്രയ കേന്ദ്രത്തിന്റെ ബ്രോഷർ പ്രകാശനം ആശ്രയ കേന്ദ്രം നിർമ്മാണ സമിതി ചെയർമാൻ TS കല്യാണരാമൻ നിർവഹിച്ചു. പാറമേക്കാവ് അഗ്രശാലയിൽ നടന്ന പ്രകാശന ചടങ്ങിൽ സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് PN ഉണ്ണിരാജൻ അധ്യക്ഷനായി. നിർമ്മാണ സമിതി ജനറൽ കൺവീനർ MK അശോകൻ, സേവാഭാരതി സംസ്ഥാന സെക്രട്ടറിമാരായ K സുരേഷ് കുമാർ, KV രാജീവ്, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. മുളകുന്നത്കാവ് മെഡിക്കൽ കോളേജിന് സമീപം 30 സെന്റ് ഭൂമിയിൽ 3 നിലകളിലായി 12,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 5 കോടി രൂപ ചെലവഴിച്ചാണ് ആശ്രയ കേന്ദ്രം നിർമ്മിക്കുന്നത്. കല്യാണരാമൻ സർ,
PowerPoint presentation. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7480 രൂപ, പവന് 59,840 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3309 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിൽ ഡി-സോൺ കലോത്സവത്തിനിടെ സംഘർഷം, 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു, ഒരാളുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ കൊണ്ടുപോയ ആംബുലൻസിന് നേരെയും ആക്രമണം, മത്സരങ്ങൾ നിർത്തിവെച്ചു. കേരളവർമ്മ കോളേജിൽ KSUവിന്റെ കൊടിക്കാലിന് SFI തീയിട്ടു. വടക്കാഞ്ചേരി അകമല വനത്തിൽ നിന്ന് ചന്ദനമരങ്ങൾ മോഷണം പോയി. 5 ചന്ദനമരങ്ങളാണ് മുറിച്ചതായി കണ്ടെത്തിയത്. വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധം. മാസ്റ്റർ പ്ലാനിൽ അഴിമതിയും ഭൂമാഫികൾക്ക് വേണ്ടി തയ്യാറാക്കിയതുമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് BJP കൌൺസിലർമാർ മേയറെ ഉപരോധിച്ചു. ജില്ലയിൽ എലിപ്പനി മരണങ്ങൾ വർദ്ധിക്കുന്നു. എലിപ്പനി ബാധിച്ച് ഈ മാസം മരിച്ചത് 4 പേർ. ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. തൃശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും പോസ്റ്റർ. തൃശൂർ, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ തോൽവി സംബന്ധിച്ച് KPCC അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ. തൃശൂരിൽ ട്രെയിൻ യാത്രക്കാരിൽ നിന്ന് പെയിന്റ് പാത്രത്തിൽ കടത്തിയ 20 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. മണത്തല ചന്ദനകുടം നേർച്ചയുടെ ഭാഗമായുള്ള താബൂത്ത് കാഴ്ചയ്ക്ക് ആയിരങ്ങളെത്തി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നാട്ടുകാഴ്ചകൾ ജാറമംഗണത്തിൽ എത്തിച്ചേർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.